ഹലോ ഗായ്സ്, ഇപ്പോൾ ഒരു വെയിലത്ത് നമ്മൾ രണ്ടുപേരും കൂടെ രണ്ടുപേർക്ക് വേണ്ടി കാത്തിരിക്കുക. എങ്ങോട്ടാണെന്നല്ലേ? ഒരു വാട്ടർഫോൾസിലേക്കാട്ടോ. ഏകദേശം ഒരു 7-7.5 കിലോമീറ്റർ അപ്പുറമാട്ടോ ഈ വാട്ടർഫോൾസ്. ഞങ്ങളൊരു ഉച്ചയ്ക്ക് 2:30 മണിയായപ്പോഴേ ഇറങ്ങിയിട്ടോ. കാരണം അവിടെ പോയി കുറേ അർമാദിക്കാനുള്ളതല്ലേ, നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കളിക്കാമല്ലോ. പോകുന്ന വഴിക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉണ്ടായിരുന്നു ഗൈസ്. ഒരു സൈഡിൽ ഫുള്ള് ഫോറസ്റ്റും ഒരു സൈഡിൽ പാറയും പിന്നെ ആ സ്കൈയും ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു ഹൈ റേഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്, കാരണം നമ്മുടെ ചെവിയൊക്കെ നന്നായിട്ട് ഊതി അടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തി. ഇതാണ് നമ്മളുടെ സ്ഥലം. അവിടെ എത്തിയതും അവിടെ നടന്നത് ക്യാൻവാസിങ് ആണ് ഗൈസ്. നമ്മളവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും അവിടുത്തെ ലോക്കൽസ് എല്ലാം കൂടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇനി പോകണമെങ്കിൽ ഓരോരുത്തരും 100 പൈസ വെച്ച് തരണം, പാർക്കിങ്ങിന് ഇത്ര പൈസ തരണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ 4 പേരുണ്ട്, 400 പൈസ തരണം എന്നാണ് ആദ്യമേ പറഞ്ഞത്. നമ്മൾ പറ്റില്ല പറഞ്ഞു. അവസാനം അയാൾ ഒരു 20 പൈസയെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ അതുപോലും തരത്തില്ല എന്ന് പറഞ്ഞു. നമ്മളാരാ മക്കൾ, നമ്മൾ ഒരു പൈസയും കൊടുത്തില്ല ഗൈസ്. ഇതൊക്കെ ആ സ്ഥലത്തുള്ള പിള്ളേരായിരുന്നു. അപ്പോൾ അവർ നമ്മൾ കളിയാക്കിയതാണോ അതോ നമ്മളോട് കളിക്കാൻ വന്നതാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ ഒരേ മൈൻഡ് ചെയ്തില്ല. ഇവിടുന്ന് നടന്നു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. ഇതാ പോകുന്നു സ്കൂട്ടർ. ഇവിടുന്ന് സ്കൂട്ടർ പോകുമായിരുന്നു ഗൈസ്. നമ്മൾ വെറുതെ അവിടെ പാർക്ക് ചെയ്തു. അയാൾ നമ്മളെ കൊണ്ട് അവിടെ പാർക്ക് ചെയ്യിപ്പിച്ചു. ഇനിയിപ്പോൾ വെച്ച കാല് മുന്നോട്ട് തന്നെ. നമ്മളിനിയിപ്പം നടക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നടന്ന് വയ്യാണ്ടായി ഗൈസ്, ഒട്ടും വയ്യാണ്ടായി. കാരണം ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു പൂ കണ്ട്. അതിനെന്തോ അസുഖം വന്നു. അതിന്റെ ഇല നോക്ക് കണ്ടു. എടി ഈ മരത്തിനെന്തോ അസുഖം വന്നിട്ടുണ്ട്. അതിന്റെ ഇല നോക്ക്. നീ പിടിക്കണ്ട. നമ്മളെ നാട്ടില് അതോ പിങ്ക് കണ്ണി കാണുന്ന പൂവും കായും ഒക്കെ പറിച്ച് നമ്മളങ്ങ് എൻജോയ് ചെയ്തങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഒരാൾ നമ്മളെ നോക്കാണ്ട് തത്തക്ക പുത്തക്ക നടക്കുവാണ് ഗൈസ്. നമ്മൾ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് എന്തോ പറഞ്ഞ് നടക്കുവാണ്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നത് ഒരു കൊടും കാട്ടിലോട്ടാണ് ഗൈസ്. ഈ കാട്ട് വഴി താണ്ടിയാൽ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വല്ലാണ്ട് ടയേർഡായി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വെള്ളം കുടിക്കാനായിട്ട് കയറിയതാണ്. നല്ല ഇരിക്കുന്നു. കൊള്ളാടി, ഇതിനകത്ത് കൊള്ളാം. ക്യൂട്ടായിട്ടുണ്ട്. ഹറുവിൻ്റെ ക്യൂട്ട്നെസ്സിൻ്റെ അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ഗൈസ്. പിന്നെ നമ്മൾ ഇപ്പോൾ എത്തി സ്ഥലം. ബട്ട് നമ്മൾ വന്ന വഴി വീഡിയോ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ വന്നത്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ വഴി താണ്ടിയത്. എങ്ങനെ നമ്മൾ 2 പേരും താഴെ ഇറങ്ങി, ബാക്കി 2 പേരും മുകളിൽ തന്നെ ഇരിക്കുവാണ്. ഞാൻ അവളെ പിടിച്ചിറക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഇനി കളിക്കാനായിട്ട് പോകുന്ന ഒരു ഇതിലാണ് ഗൈസ്. അപ്പോൾ ആ കളിക്കുന്നതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ഫോണും ബാഗും ബാക്കിയെല്ലാം അവിടെ വെച്ചിട്ടാണ് നമ്മൾ താഴോട്ട് പോയത്. നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല അടിപൊളി, നല്ല ഏരിയ. ഇങ്ങനൊരു ഹിഡൻ പ്ലേസ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ കളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ കുറച്ച് കുളിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് നടക്കുവാണ്. ദേഹം മൊത്തം നനഞ്ഞു. പക്ഷേ നമ്മൾ എന്നാലും ഡ്രസ്സ് മാറാനൊന്നും ഇടമില്ലാത്തതുകൊണ്ട് ഡ്രസ്സൊന്നും മാറിയില്ല. നമ്മളിങ്ങനെ തന്നെ പോവാം. അങ്ങനെ തിരിച്ചിറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോഴത്തേക്ക് സന്ധ്യയായി, ഏകദേശം 6 മണിയൊക്കെ ആയി. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് നേരത്തെ തന്നെ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റി. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.